നമസ്കാരം, ഏവരെയും ലുലു പ്രൈംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റെഡ് പെയറിനെ കുറിച്ചാണ്. റെഡ് പെയർ കണ്ടോ, ഇതാണ് റെഡ് പെയർ. നമുക്ക് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഫിഗിനെ പോലെ തോന്നും കേട്ടോ, പക്ഷേ ഫിഗല്ല, റെഡ് പെയറാണ്. നമ്മുടെ സാധാരണ നമ്മൾ വാങ്ങുന്ന പെയറിനെക്കാളും വളരെ ചെറുതാണിത്. ചിലത് അതിനേക്കാളും സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. പക്ഷേ ഇത് എനിക്ക് കിട്ടിയത് ചെറുതാണ് കേട്ടോ, സാധാരണ പെയറിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇതിന് ചുവപ്പ് നിറമുള്ളതുകൊണ്ടാണ് ഇതിന് റെഡ് പെയർ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈറസ് കമ്മ്യൂണിസ് എന്നാണ്. പൈറസ് കമ്മ്യൂണിസ്. ഇതിൻ്റെ പുറംതൊലി ചുവപ്പോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ളത്, ഡാർക്ക് കറുപ്പോ ആയിരിക്കും. പക്ഷെ ചെറുതായിരിക്കുമ്പോൾ ഇതിന് പച്ച നിറമാണ്, പാകമാകുമ്പോഴാണ് റെഡ് കളറാകുന്നത്. ഇത് കഴിക്കാനാണെങ്കിൽ മധുരമുണ്ട്, അതുപോലെ തന്നെ ചെറുതായിട്ട് അസിഡിറ്റിയും ഉണ്ട്. ജ്യൂസിനും സാലഡുകൾക്കും പാചകത്തിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട്. ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട്. അത് മാത്രമല്ല വിറ്റാമിനുകളായ വൈറ്റമിൻ സി, വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. സ്കിന്നോട് കൂടെ നമുക്ക് കഴിക്കാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്കിന്നോട് കൂടെ തന്നെ ഇതിനെ കഴിക്കാം. ഞാൻ പിന്നീട് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് തണുപ്പുള്ള സ്ഥലത്താണ് ഇതിന് സൂക്ഷിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പാകമായത് കൂടുതൽ ദിവസം വച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ വിലയും അതുപോലെ 150-യും 300-നും ഇടയ്ക്ക് വരും. അതിൽ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിന് വില വ്യത്യാസങ്ങൾ വരാം. ഓരോ സ്ഥലത്തിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ വരാം. അതുപോലെ പോഷക ഗുണങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു, ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഒരു മീഡിയം പെയറിൽ ഏകദേശം 5.5 മുതൽ 6 ഗ്രാം വരെ ഫൈബർ ഉണ്ടായിരിക്കും, ഡയറ്ററി ഫൈബർ ഉണ്ടായിരിക്കും. 100 ഗ്രാം കാൽസ്യം, വൈറ്റമിൻ സി 8 to 9%, വൈറ്റമിൻ കെ 7%, പൊട്ടാസ്യം 4%. അത് മാത്രമല്ല കോപ്പർ, ഫോളേറ്റ്, നിയാസിൻ എന്നിവയും ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അമിതവണ്ണവും തടയുന്നുണ്ട്. ഇന്ത്യയിലിത് പ്രചാരം ഉണ്ടെങ്കിൽ മിക്കവാറും ഇമ്പോർട്ടഡ് ആയിരിക്കാം നമുക്കത് കിട്ടുന്നത്. അതുമാത്രമല്ല ഇത് റെഡ് പെയർ കൃഷി ചെയ്തതിന് പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിപാലനവും ആവശ്യമാണ്. ഇന്ത്യയിലെ സമശീതോഷ്ണ കാലാവസ്ഥയിൽ ഈ പെയർ വളർത്താൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ഉത്തരാഖണ്ഡ് എന്നീ പ്രദേശങ്ങൾ. ഈ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ മണ്ണും എങ്ങനെയായിരിക്കണം, കാലാവസ്ഥയും മണ്ണും എങ്ങനെയായിരിക്കണം നോക്കാം. സമശീതോഷ്ണ മേഖലയാണ് ഇതിന് ഏറ്റവും നല്ലത്. തണുത്ത കാലാവസ്ഥ, മണ്ണ് അമ്ലം കൂടിയ മണ്ണ്, അല്പം അമ്ലം കൂടിയ മണ്ണ്, അതായത് ലോമി മണ്ണ് ആണ് നല്ലത്. എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് വെച്ചാൽ ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നവംബർ മുതൽ ജനുവരി മാസം വരെ ഇതിൻ്റെ തൈ നമുക്ക് നടാം. നവംബർ മുതൽ ജനുവരി മാസം വരെ. അതുപോലെ നല്ല ഡിസ്റ്റൻസ് വിട്ടാണ് തൈകൾ നടേണ്ടത്. 2x2 അടി വലിപ്പത്തിൽ കുഴിയെടുക്കുക. ചാണകപ്പൊടിയും ഓർഗാനിക് കമ്പോസ്റ്റും 1-2 ബോൺ മീൽസ്, അതായത് ഫോസ്ഫേറ്റ് 1-2 എന്ന് പറയുമ്പോൾ
വലിയ സ്പൂണിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് പോയിൻ്റ് മണ്ണിന് മുകളിൽ വരത്തക്ക വിധം വെച്ചാണ് നടേണ്ടത്. എങ്ങനെ അത് കെയർ ചെയ്യണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജലസേചനം അതിനാവശ്യമാണ്. വേനൽക്കാലത്ത് വെള്ളം നൽകണം, പ്രത്യേകിച്ച് ആദ്യത്തെ 2-3 വർഷങ്ങളിൽ. അത് മാത്രമല്ല മൾച്ചിങ് ചെയ്യണം. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ പുതയിടൽ എന്ന് പറയും. അതുകൊണ്ട് പച്ചപ്പുള്ള ഇലകളും പനയില ഇലകൾ ഇതൊക്കെ അതിൻ്റെ ചോട്ടിലിടാം. അതായത് മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും പുകനീരിനെ തടയാനും ഇത് സഹായിക്കും. പിന്നെ പ്രൂണിങ്, ഏത് ചെടി നട്ടാലും അല്ലെങ്കിൽ ഏത് പ്ലാന്റ് നട്ടാലും കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3 ഘട്ടങ്ങളിലായിട്ടാണ് വളം നൽകേണ്ടത്. പ്രീ ബ്ലൂം, ഫ്രൂട്ട് സെറ്റ്, പോസ്റ്റ് ഹാർവെസ്റ്റ്. അതായത് ബ്ലൂം ചെയ്തതിന് മുന്നേ, പൂ വിരിയുന്നതിന് മുന്നേ, ഫ്രൂട്ട് സെറ്റാവുന്നതിന് മുന്നേ, ഹാർവെസ്റ്റ് ചെയ്തതിന് മുന്നേ. ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ പിയർ പൂക്കുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കാം. ഒരു പേർ നട്ട് കഴിഞ്ഞ് അത് കായ്ച്ചു തുടങ്ങാൻ തന്നെ കുറഞ്ഞത് 3 വർഷം, കൂടിപ്പോയാൽ 5 വർഷം. അപ്പോൾ ഇതിനിടയ്ക്ക് അത് കായ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം. അകത്ത് നല്ല ജ്യൂസിയാണ്. കട്ട് ചെയ്യാം കേട്ടോ. ഇത് കട്ട് ചെയ്തു. അകത്തിങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, സീഡുണ്ട്, വൈറ്റ് സീഡുണ്ട്. കണ്ടല്ലോ, പുറംതൊലി റെഡും അകത്ത് ഒരു ക്രീമി കളറാണ് കേട്ടോ, ഓഫ് വൈറ്റ് കളറാണ്. ഇതിൽ വൈറ്റ് സീഡാണ് ഇതിൽ കണ്ടേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, ടേസ്റ്റും ഉണ്ട്. അതുപോലെ നല്ല പോഷക ഗുണങ്ങളും ധാരാളം ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പം ഇത് ആദ്യമായിട്ടാണ് എനിക്കിത് കിട്ടുന്നത് കേട്ടോ. ഞാൻ മാർക്കറ്റിൽ ഫ്രൂട്ട്സ് ഷോപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, മേടിക്കുന്നത്. സാധാരണ പേർ നമ്മളെപ്പോഴും വാങ്ങാറുണ്ട്, പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും പുറം നമ്മളെ ഫിഗിൻ്റെ ഒരു ഇതുപോലെ കണ്ടോ. ഓക്കെ, അപ്പം നമ്മുടെ റെഡ് പിയറിനെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.